എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ എന്നും ഒരേപോലെ പുട്ടും അപ്പവും ദോശയൊക്കെ കഴിച്ച് മടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സ്പെഷ്യലായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ. ഒറ്റയടിക്ക് നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അധികം താമസിയാതെ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 1 കപ്പ് റവയാണ്. അപ്പോൾ 1 കപ്പ് പാക്കറ്റിൽ കിട്ടുന്ന ചെറുതായിട്ട് വറുത്തിട്ടുള്ള റവയാണ്. അപ്പോൾ ഈ ഒരു റവയിലേക്ക് നമ്മൾ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. തൈര് ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ തൈര് മാത്രമല്ല ഇതിലേക്ക് ചേർക്കുന്നത്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതൊരു കുഴമ്പ് പരുവത്തിലാണ് ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തൈര് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് കുതിരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകും. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമോ ജീരകത്തിൻ്റെ പൊടിയോ നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് അളവിൽ കായം എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വറ്റൽ മുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രഷ്ഡ് ചില്ലിയാണ്. ഇത് അധികം എരിവില്ലാത്തതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വറ്റൽ മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, മല്ലിയില, തക്കാളി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ സവാള, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അതുപോലെ ഒരു ചെറിയ പച്ചമുളകും, പിന്നെ ഒരു ചെറിയ തക്കാളി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറികൾ ഇതിലേക്ക് ഇടുമ്പോൾ ഈ ഒരു മാവ് കുറച്ചുകൂടെ കട്ടിയാകും. ആ ഒരു സമയത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ലൂസ് പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് നമ്മളിത് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഈ ഒരു മാവുള്ളത്. നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുറച്ചുകൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിനി ഇതെങ്ങനെയാണ് അപ്പം ആക്കിയെടുക്കുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് അവസാനം ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കിയിട്ടുണ്ട്. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പത്തിനൊക്കെ ഇടുന്ന അപ്പക്കാരം അത് തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് അപ്പം ആക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വന്നാൽ കുറച്ച് കറിവേപ്പില. ഇനി ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ആവി കയറ്റിയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരേപോലെ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇനി നമ്മളിത് ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുറഞ്ഞ തീ ഒരുപാട് കൂട്ടിയിട്ടാൽ ഇത് കരിഞ്ഞു പോകും, അതിൻ്റെ ഉൾഭാഗം വേവില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അടിപൊളി ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. നമുക്കിത് ഇങ്ങനെ കഴിക്കാം, സോസ് കൂട്ടി കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാ ചട്നിയുടെയും കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു
ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തിരിക്കുന്നത് തേങ്ങാ ചട്നിയുടെ കൂടെയാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു അടിപൊളി പലഹാരമാണ്. നിങ്ങൾക്കിത് സ്നാക്കായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ ആയിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എണ്ണയിൽ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ആവിയിൽ വേവിച്ചിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല സിമ്പിളാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ തേങ്ങാ ചട്നിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ കട്ടൻ കാപ്പിയും അല്ലെങ്കിൽ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് നോക്കണം തോന്നുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.